നാഥുല ജലപ്പുല സിക്കിമില ഷിപ്കില റോക്താങ് ഹിമാചലിൽ. നാഥുല ജലപ്പുല സിക്കിമില ഷിപ്കില റോക്താങ് ഹിമാചലിൽ. ലിപുലേഖ് നാമ ഉത്തരാഖണ്ഡ് കുംഭർലി ബോർ മഹാരാഷ്ട്ര. ഫോട്ടുല നമിക്കല ലഡാക്കില ഫോട്ടുല നമിക്കല ലഡാക്കില. നാഥുല ജലപ്പുല സിക്കിമില ഷിപ്കില റോക്താങ് ഹിമാചലിൽ. നമസ്കാരം, എൻ്റെ പേര് ശ്രീജ. പാണാവള്ളിയിലാണ് വീട്. പ്രൈവറ്റ് ജോലിയും വീട്ടുജോലിയുമായിട്ട് ഒതുങ്ങിക്കൂടി കഴിഞ്ഞ ഒരു വീട്ടമ്മയാണ് ഞാൻ. അതിനിടയ്ക്കാണ് PSC എന്നൊരു മോഹം എനിക്ക് ഭയങ്കര ആഗ്രഹമായിട്ട്, കാരണം ഏജ് ഓവറായി, പെട്ടെന്ന് എനിക്കൊരു ജോലി വേണം എന്നൊരു ആഗ്രഹം വന്നു. കുറേ യൂട്യൂബ് ചാനലൊക്കെ സെർച്ച് ചെയ്ത് അതിൽ അങ്ങനെ പ്രിലിംസ് കടന്നു. പ്രിലിംസ് കടന്നപ്പോഴാണ് ഒരു യൂട്യൂബർ സാറ് പറഞ്ഞത് കുറേ ആപ്പുണ്ട്. അപ്പം അങ്ങനെ എൻട്രി ആപ്പ് എനിക്ക് അതിന് മുമ്പ് തന്നെ എൻട്രിയുടെ യൂട്യൂബ് ചാനലൊക്കെ ഞാൻ കാണുമായിരുന്നു. അപ്പോൾ അതും കൂടെയാണ് എനിക്ക് പ്രിലിംസ് കടക്കാനൊരു പ്രചോദനമായത്. പിന്നെ ഞാൻ ഇതിലേക്ക് തന്നെ എൻട്രിയിലെ ആപ്പിലേക്ക് തന്നെ വന്നു. അപ്പോൾ ഓരോ ദിവസം എക്സാം അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ നേരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഹെഡ്സെറ്റിനെ ആശ്രയിച്ച് ഹെഡ്സെറ്റ് വഴി ക്ലാസ് കേട്ട് പോകുന്ന വഴി, അതായത് ഒരു മണിക്കൂർ ട്രാവലുണ്ട് ജോലിക്ക് പോകുന്നതായിട്ട്. അപ്പോൾ പോകുന്ന വഴി ഹെഡ്സെറ്റ് വെച്ച് ക്ലാസ് കേട്ട് പിന്നെ കിട്ടുന്ന സമയത്ത് അതിൻ്റെ നോട്ട്സ് തരും. അപ്പോൾ നോട്ട്സ് ജസ്റ്റ് ഒന്ന് നോക്കി അതിനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ സമയം. പിന്നെ വൈകിട്ട് വന്നു കഴിയുമ്പോൾ വീട്ടിലെ ജോലി കഴിഞ്ഞൊരു 10 മണിയൊക്കെ ആവും ഫ്രീ ആവുമ്പോൾ. അത് കഴിഞ്ഞ് ഞാനൊരു 12 മണി വരെ 10 മണിക്കുള്ളിൽ എക്സാം അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അതായിരുന്നു എൻ്റെ ലക്ഷ്യം. അതായത് PSC പരീക്ഷയായിരുന്നില്ല, എൻ്റെ എക്സാം ആയിരുന്നു എൻ്റെ ലക്ഷ്യം. ഓരോ ദിവസവും 100 മാർക്കിൻ്റെ എക്സാം എൻട്രി തരുമ്പോൾ എനിക്ക് അതിൽ കൂടെ നെഗറ്റീവ് കുറക്കാൻ പറ്റുമെന്നൊരു ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞാനിപ്പോൾ ആ വിശ്വാസത്തിന് പുറത്താണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. അങ്ങനെ ഞാൻ പഠിച്ച് എനിക്ക് കുറച്ച് മാർക്ക് കിട്ടിയപ്പോൾ എനിക്ക് അതിന് മുന്നിൽ വരണമെന്നുള്ളൊരാഗ്രഹം വന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഓരോ ക്ലാസ്സും കേട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് നോക്കി അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചത്. 2 സ്റ്റോപ്പ് ഇപ്പുറം ജോലിക്ക് പോകുന്നതിൻ്റെ 2 സ്റ്റോപ്പ് ഇപ്പുറം ചേട്ടൻ കൊണ്ട് ഡ്രോപ്പ് ചെയ്യും. പിന്നെ ഞാനങ്ങോട്ട് നടക്കും, കാരണം എനിക്ക് ക്ലാസ് കേൾക്കണമെങ്കിൽ അത്രയും എനിക്ക് കുറച്ച് സമയം വേണമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പോയി നോക്കിയൊക്കെ പഠിച്ചത്. സമയം ഉണ്ടായിരുന്നില്ല, പക്ഷേ എനിക്ക് എൻട്രിയിൽ ചേർന്നുകൊണ്ടാണ് എനിക്ക് ഈ ജോലി കിട്ടിയത്. ഇപ്പോൾ ഞാൻ നിലവിൽ സബ്കോട്ട് OA ആയിട്ട് എറണാകുളം സബ്കോട്ടിൽ OA ആയിട്ട് വർക്ക് ചെയ്യാണ്. LGSൻ്റെ റാങ്ക് ലിസ്റ്റിൽ 175ാമത്തെ റാങ്ക് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി. അന്ന് വരെ എനിക്ക് ഒരു എക്സാമും എഴുതി എനിക്കൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു 30 മാർക്കിൻ്റെ മേളിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല ഇതുവരെ. കാരണം ഞാൻ പഠിക്കാതെയാണ് പോയി എഴുതിക്കൊണ്ടിരുന്നത്. ഈ പ്രിലിംസ് മുതലാണ് ഞാനൊന്ന് കെയർ ചെയ്ത് പഠിച്ച് നെഗറ്റീവ് കുറച്ച് എക്സാം എഴുതി തുടങ്ങിയത്. അല്ലാതെ പണ്ട് മുതലേ പഠിക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ. ഒരു 2 കൊല്ലമാണ് ഞാൻ ഇതിനു വേണ്ടി ഒന്ന് ശ്രമിച്ചത്. അത് മാക്സിമം ശ്രമിച്ചത് 40 ദിവസം സുജേഷ് സാറിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, ഗോൾഡൻ ബാച്ച്. അതിൽ പഠിച്ചിട്ടാണ് എനിക്ക് ഈ ജോലി എനിക്ക് കിട്ടിയത്. കിട്ടുന്ന സമയം മുഴുവൻ പഠിക്കുക എന്നുള്ളത് ഇതിനൊരു പോംവഴി ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. അപ്പോൾ എത്ര സമയം മാറ്റി വെക്കാമെന്നൊരു ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം കോംപ്രമൈസ് ഇല്ലാത്ത പ്രൈവറ്റ് ജോലി കോംപ്രമൈസ് ഇല്ല, വീട്ടിലെ ജോലി കോംപ്രമൈസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന സമയം പ്രയോജനപ്പെടുത്തുക, അത്രയേ ഉള്ളൂ. അത് മാത്രമേ എനിക്ക് പറ്റുള്ളായിരുന്നു. പക്ഷേ അതെനിക്ക് നേടിയെടുക്കാൻ പറ്റി. എൻട്രിയുടെ ആ ഒരു കോച്ചിങ് കൊണ്ട് എനിക്ക് നേടിയെടുക്കാൻ പറ്റി എൻ്റെ ജോലി. എൻ്റെ പഠന സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന വിഷയങ്ങൾ എത്രയും സിമ്പിളായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അതിലേക്ക് ഞാൻ പാട്ട് രൂപത്തിലോ എന്ത് രൂപത്തിലോ എനിക്ക് എൻ്റെ ഒരു സ്വകാര്യമായൊരു സന്തോഷം പോലെ പാട്ടായിട്ട് കൺവേർട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ഞാൻ പാടിക്കൊണ്ടൊക്കെ നടക്കുമായിരുന്നു. പിന്നെ ഒട്ടും മനസ്സിലാകാത്തത് ഞാൻ എഴുതി വയ്ക്കും. എൻ്റെ ഓഫീസിലൊരു ചേച്ചിയുണ്ട്, ആ ചേച്ചീനെ കൊണ്ട് ചോദിപ്പിക്കും. ആ ചേച്ചിക്ക് എന്നെ ഭയങ്കര ഒരു ജോലി കിട്ടണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ആ ചേച്ചി ലത എന്ന് പറഞ്ഞ ചേച്ചി. അപ്പോൾ ആ ചേച്ചി ഊണ് കഴിഞ്ഞുള്ള സമയത്ത് കുറച്ച് സമയമുള്ളൂ ലഞ്ച് ബ്രേക്ക്. അപ്പോൾ ആ സമയത്ത് ഈ എഴുതി വച്ചിരിക്കുന്നത് ചോദിച്ച്, അപ്പോൾ എനിക്ക് പരീക്ഷയ്ക്ക് ഇരുന്നപ്പോൾ എനിക്ക് കുറേ ക്വസ്റ്റ്യൻ അങ്ങനെ കിട്ടിയായിരുന്നു.
ഒരുപാട് ക്വസ്റ്റ്യൻസ്. കാരണം മനസ്സിലാക്കാൻ എൻട്രിയിലെ ക്ലാസ്സിൽ എനിക്ക് മനസ്സിലേക്ക് വരാൻ പാടുള്ളതൊക്കെ ഞാൻ ചെറിയൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് കുഞ്ഞിനാന്ന് എഴുതി വെച്ചിട്ട് അത് ഞാൻ ആ ചേച്ചിനെ കൊണ്ട് ചോദിപ്പിക്കുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചത്. ചെറിയ ചെറിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണക്റ്റിംഗ് ആയിട്ടൊക്കെ പഠിച്ചാണ് എനിക്ക് ഇങ്ങനെ നേടാൻ പറ്റിയത്. എൻട്രി ആപ്പിൽ എനിക്ക് പോസിറ്റീവായി ബാധിച്ചത് എന്താണെന്ന് വെച്ചാൽ വീഡിയോ ക്ലാസ്സുകൾ. അതെനിക്ക് ഓഡിയോ ഹെഡ്സെറ്റ് വെച്ച് എനിക്ക് കേൾക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് ഒന്നുകൂടെ എൻ്റെ മനസ്സിലേക്കത് ആഴ്ന്നിറങ്ങും. ആ സംസാരവും ആ ഓരോ ക്ലാസ്സുകളും നമ്മുടെ ഉള്ളിലേക്കത് ഓട്ടോമാറ്റിക്കായിട്ട് അത് വരും. നമ്മൾ പരീക്ഷ എഴുതാനിരിക്കുമ്പോൾ ആ സൗണ്ടായിരിക്കും നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ക്ലിക്കാവുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ഫീച്ചർ എൻട്രി ആപ്പിൻ്റെ ഒരു നല്ലൊരു പോസിറ്റീവ്നെസ്സാണ് എനിക്ക് തോന്നി. പിന്നെ നോട്ടുകൾ, നമുക്ക് എന്തെങ്കിലും നമ്മൾ ഓർത്ത് വരുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്സിങ് ഉണ്ടെങ്കിൽ ആ നോട്ട് നമുക്ക് അപ്പം തന്നെ നോക്കിയെടുക്കാം. ഗൂഗിൾ ഡോക്സിൽ ആ നോട്ട്സ് ഉൾപ്പെടെ ഉണ്ടാവും. പിന്നെയുള്ളത് ഓരോ ദിവസത്തെ എക്സാം. അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു വാശി, എൻ്റെ മനസ്സിലൊരു വാശി ഉണ്ടാക്കിയത്. ഓരോ ദിവസത്തെയും എക്സാം. ആ എക്സാം എനിക്ക് അറ്റൻഡ് ചെയ്ത് അതിൽ ഏതെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ താഴെ തന്നെ ഉണ്ടാവില്ല അതിൻ്റെ കുറേ ആൻസറുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട്. അതൊക്കെ ഞാൻ എപ്പോഴും ഒരു ബുക്കിൽ എഴുതിയെടുത്ത് തെറ്റുന്നതൊക്കെ ഞാൻ എഴുതിയെടുത്ത് പഠിക്കുമായിരുന്നു. അത് ഈ സമയത്തിനുള്ളിൽ തന്നെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അത് ഞാൻ എഴുതിയെടുക്കും. പിന്നെ ക്ലാസ്സുകൾ ഞാൻ ചിലപ്പോൾ അടുക്കളയിൽ നിൽക്കുമ്പോഴായിരിക്കും, രാവിലെ എണീറ്റ് അടുക്കളയിലേക്ക് പോകുമ്പോൾ ഈ ക്ലാസ് ഓൺ ചെയ്ത് ഹെഡ്സെറ്റും വെച്ചായിരിക്കും അടുക്കളയിൽ പോകുന്നത്. പിന്നെ അലക്കുമ്പോഴാണ് ലൈവ് സെക്ഷനൊക്കെ, ഉച്ച സമയത്തൊക്കെ ലൈവ് സെക്ഷൻ വരുമ്പോൾ ചിലപ്പോൾ അലക്ക് നടത്തിക്കൊണ്ടാണ് ഞാനത് കേട്ടോണ്ടിരുന്നത്. ഹെഡ്സെറ്റ് വെച്ച് തന്നെ, ഹെഡ്സെറ്റായിരുന്നു എൻ്റെ ആശ്രയം. അല്ലാതെ നോട്ട് നോക്കി പഠിക്കാനൊന്നും എനിക്ക് നേരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻട്രി ആപ്പിൻ്റെ ഇതാണ്. ഇപ്പോൾ എല്ലാവരും ഞാനിപ്പോൾ പറയുമ്പോൾ ഞാൻ എൻട്രി വഴിയാണ് കയറിയെന്ന് പറയുമ്പോൾ അയ്യോ എന്ത് പാടാ, ഇത്രയും ക്ലാസ് ഇല്ലേ. പക്ഷെ ഞാനതൊക്കെ കേട്ട് എനിക്ക് ജോലിക്ക് പോയി എനിക്കത് കേട്ട് പഠിക്കാൻ പറ്റിയെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും അത്. കാരണം ജോലിക്ക് പോകാതിരിക്കുന്നവർക്കും ജോലിക്ക് പോകുന്നവർക്കും ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ബസ്സിൽ നിന്നാണേലും നമുക്ക് ഹെഡ്സെറ്റ് വെച്ച് ബാഗിൽ ഫോൺ വെച്ച് ഹെഡ്സെറ്റും വെച്ചാൽ വീഡിയോ ഓൺ ചെയ്താലും നമുക്ക് ആ പോണ വഴി എല്ലാം കേട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ക്ലാസ്. പുതുതായി പരീക്ഷ എഴുതാൻ പോകുന്നവരോട് നമ്മൾ മാക്സിമം നമ്മുടെ മനസ്സിൽ ആഗ്രഹം കൊണ്ടുവരിക. നമുക്ക് ഈ ജോലി വേണം, ജോലി കിട്ടണം എന്നൊരാഗ്രഹം, ഒരു ഉറച്ചൊരാഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയും അത് നേടിയെടുക്കാം. നമ്മുടെ ആഗ്രഹം നടത്താനായിട്ട് നമ്മൾ സമയം കണ്ടെത്തും. അതാണ് എനിക്ക് പുതിയതായിട്ടുള്ളവരോട് പഠിക്കാനുള്ളവരോട് പറയാനുള്ളത്. നമ്മൾ ആഗ്രഹിച്ചാൽ മതി. അയ്യോ ഇത്രയും ക്ലാസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നാൽ നമ്മളവിടെ ഇരിക്കുകയുള്ളൂ. നമ്മളെങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി ഒത്തിരി ഉറക്കം കുറച്ച്, ഒരു കാര്യം പറഞ്ഞാൽ 10 തൊട്ട് 12 വരെ പഠിക്കും. എനിക്ക് വെളുപ്പിനെ എണീറ്റ് പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വെളുപ്പിനെ എണീറ്റ് ഞാൻ പഠിച്ചിട്ടില്ല. പഠിക്കണമെന്ന് വെച്ചാൽ ഈ ഹെഡ്സെറ്റും വെച്ച് വീട്ടുപണി ചെയ്യുമ്പോൾ, അടുക്കള ജോലി ചെയ്യുമ്പോൾ ക്ലാസ് കേൾക്കാമെന്നല്ലാതെ നോക്കിയിരുന്ന് പഠിക്കാനൊന്നും നേരെ എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് എത്തിപ്പെടാൻ മാക്സിമം നമ്മളായിട്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ട്രൈ ചെയ്ത് പോകും. മടി കളഞ്ഞ് പഠിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. എൻട്രിയിലൂടെ പഠിച്ച് റാങ്ക് ഹോൾഡറായി. നിലവിൽ സർവീസിൽ കയറിയ ആളാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ LGSന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് ഒരു 10 ക്വസ്റ്റ്യൻസ് ഞാൻ തരികയാണ്. അതിൻ്റെ ഉത്തരങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കണ്ണിലെ ലെൻസിൻ്റെ പ്രത്യേകത. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അച്ചിപ്പുടവ സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ. നാലാമത്തത്, ഗാർഹിക പീഡന നിയമം നിലവിൽ വന്നതെന്ന്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് ആര്? 6, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തലവൻ. 7, സംയോജിത ശിശുവികസന സേവന പദ്ധതി ICDS ആരംഭിച്ച വർഷം. 8, ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ. 9, ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. 10, റോഹ്താങ് ചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. റാങ്ക് ജേതാക്കൾ തയ്യാറാക്കിയ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ ഇനി എൻട്രി ആപ്പിലൂടെ സൗജന്യമായി പരിശീലിക്കാം. എൻട്രി ആപ്പ് ഓപ്പൺ ചെയ്യുക. എൻട്രിയുടെ ഹോം പേജിൽ സ്പെഷ്യൽ എക്സാം എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ തന്നെ ഏറ്റവും താഴെയായി റാങ്ക് ഹോൾഡേഴ്സ് എക്സാം സീരീസ് എന്നൊരു പാക്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിലൂടെ റാങ്ക് ഹോൾഡേഴ്സ് തയ്യാറാക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരിധിയില്ലാതെ പരിശീലിക്കാം. മാക്സിമം ചോദ്യങ്ങൾ പരിശീലിക്കൂ, ആദ്യ റാങ്കിൽ ഇടം നേടൂ.